ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങളിന്ന് ഫ്രണ്ട്സ്, ഞങ്ങൾ 3 പേരും കൂടെ ഇവിടെ സ്റ്റേ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ നമ്മുടെ റൂമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ് ഞങ്ങൾ. സോ നമുക്ക് എന്നെ കാണുന്നില്ലോ. സൗമ്യ, ഹായ്, വെൽക്കം ബാക്ക് ടു ഗൈസ് ദിയ വ്ലോഗ്സ്. ഹായ് ഓഫ് ദിയ. സൗമ്യ അടുത്തോളം വന്നിട്ട് ഊഞ്ഞാല ചിലപ്പോ ഒന്ന് പൊട്ടിച്ചാടുമായിരിക്കും. But it's okay. It's not okay. I don't have money to pay. ഇവിടെ കിടന്ന് തോന്നിയാസം കാണിക്ക. ഈ മദാം അമ്മച്ചിക്ക് കുറച്ച് വീഡിയോസ് വേണമെന്ന് പറഞ്ഞ് അതുകൊണ്ട് അതെടുക്കാൻ പോവാ. ഫോണ് വെക്കാൻ സ്ഥലം തപ്പി വേസ്റ്റ് ഡബ്ബയില് ഫോൺ ഇടുന്ന വ്യക്തി കണ്ടോളി. ലക്ഷ്മിയുടെ അടുത്ത് കൊടുത്തിട്ട് വാ. ഇതാണ് ഞങ്ങളുടെ റൂം, ഈ കാണുന്നത്. പൊക്കോ, താഴെയാണ് ഞങ്ങളുടെ റൂം. ഈവനിങ് ആയപ്പോ നല്ല കാറ്റൊക്കെ ഉണ്ട്. ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം, നല്ല അടിപൊളി വ്യൂ ആ. അപ്പൊ ഗായ്സ്, ഇടുക്കി മൊത്തം കാണാൻ പറ്റത്തില്ല. ഞങ്ങള് ലക്ഷ്മിക്ക് ചെറിയൊരു പ്രാങ്ക് കൊടുക്കാൻ പോവാണ്. അയ്യോ, ഇങ്ങോട്ട് വരല്ലേ, പാമ്പ് പാമ്പ്, സ്നേക്ക് സ്നേക്ക്. ഇതിനപ്പുറം ചാടി കടന്നവനാണ് KK ജോസ്. ഞങ്ങൾ റൂമിൽ നിന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ചായ കുടിക്കാൻ പോവാണ്. ഇനി നമുക്കിവിടെ ലൈവായിട്ട് നല്ല കേക്കൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്. ഞങ്ങൾ എത്തിയപ്പോഴത്തേന് കേക്കിന്റെ ബേസ് ആയിട്ടുള്ള സ്പോഞ്ചും ക്രീമൊക്കെ ഷെഫിനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള പരിപാടികൾ. ഇങ്ങനെ ഒരു ബേക്കിംഗ് സെക്ഷൻ ഞങ്ങൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യായിരുന്നു. ഇവിടെ എന്നും ഈവനിങ് ആകുമ്പോൾ ഇങ്ങനെ ഓരോ ബേക്കിംഗ് സെക്ഷൻ ഉണ്ട്. മെയിൻ ഷെഫ് പറയുന്നതനുസരിച്ച് ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് ചെയ്യുകയാണ്. പണ്ട് കൊറോണ വന്ന സമയത്ത് ഇങ്ങനെ വീട്ടിൽ ഓരോ കേക്ക് ഉണ്ടാക്കി. അന്ന് നേരം പോകാൻ വേണ്ടിയിട്ട് അതൊക്കെ ആയിരുന്നു പണി. ഇങ്ങനെ കേക്ക് ഉണ്ടാക്കുന്നതൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ശരിക്കും അവിടെ നടന്നത് ഇങ്ങനെയൊന്നല്ല കേട്ടോ. ഞാൻ എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യും, രശ്മി അതെടുത്ത് മാറ്റി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കച്ചറ കണ്ട് ഇനി അവിടെ നിക്കണ്. ആദ്യം ഞാൻ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് എടുത്ത് മാറ്റി ആൾ ഇങ്ങനെ ആക്കിക്കണ്. ഞങ്ങൾ കുറച്ച് പൂളിലൊക്കെ പോയി ചില്ല് ചെയ്തിട്ട് വരാം. അങ്ങനെ പൂളിലൊക്കെ കുറെ നേരം സ്വിം ചെയ്ത് കഴിഞ്ഞിട്ട് നൈറ്റ് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാ. ഈ ഒരു റിസോർട്ട് ആണെങ്കിലും പകലാണേലും നൈറ്റ് ആണേലും കാണാൻ നല്ല രസം. ഇതായിരുന്നു നമ്മൾ വന്ന പൂൾ ഏരിയ. പൂളിന്റെ ബാക്കിലാണെങ്കിലും നല്ല മൗണ്ടൻ വ്യൂ ഒക്കെ ആയിരുന്നു. ഞാനൊരു ഫുഡി ആയതുകൊണ്ട് എനിക്ക് ഇവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുറെ സാധനങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റി. മെനു പറഞ്ഞാലാണെങ്കിൽ തീരൂലായിരുന്നു, അത്ര അധികം ഫുഡ് ഐറ്റംസ് ഇവിടെ ഉണ്ട്. ആകെയുള്ള കൺഫ്യൂഷൻ ഏത് എടുക്കണം എന്നുള്ളതേന്. പിന്നെ എപ്പോഴും ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒന്നും കിട്ടാത്തോണ്ട് തന്നെ കഴിക്കാത്ത സാധനങ്ങൾ മാക്സിമം ട്രൈ ചെയ്തൊക്കെ നോക്കി. പിന്നെ അതാ ഉപ്പിലിട്ട സാധനങ്ങളും ഉണ്ടായിനി. ഈ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ ഇതൊക്കെ കാണുമ്പോ ശരിക്കും സങ്കടം വരുന്നുണ്ട്. കാരണം ഇങ്ങനെ കുറെ ഐറ്റംസ് കാണുമ്പോ നമുക്ക് ശരിക്കും ഇതെല്ലാം കൂടെ ഒന്നും കഴിക്കാൻ പറ്റൂല. ഞാൻ വിചാരിച്ചിനി മാക്സിമം നല്ല ഫുഡ് അടിക്കണം, പക്ഷെ കണ്ടുകാണ്ട് വേറെന്നറിയാ പറഞ്ഞൊരു അവസ്ഥയില്ലേ, അതുപോലെ ഇനി അവിടെ എത്തിയപ്പോ പിന്നെ ഞങ്ങളെ 3 പേരുടെ പ്ലേറ്റിലും പല ഐറ്റംസ് ഉണ്ടായിനി. പിന്നെ അതൊന്നും നമ്മൾ ഷെയർ ചെയ്ത് കഴിച്ചു. ഫ്രൂട്ട്സും കേക്കും ഡിസേർട്സും എല്ലാതും ഉണ്ടായി. പക്ഷെ ലൈഫിൽ ഒരു വെട്ടെങ്കിലും ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടിയാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്താ പറയാ, ഒരു സ്വപ്ന ലോകത്ത് ചെല്ലാന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീൽ ആയിരുന്നു. പിന്നെ ഞങ്ങളൊരു ബ്രൗണിയും കൂടെ ഓർഡർ ചെയ്തിരുന്നു. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഓർഡർ ചെയ്യുകയും ചെയ്യാം, എന്ത് വേണേലും അൺലിമിറ്റഡ് ആയി കഴിക്കുകയും ചെയ്യാം. ഇതിൽ കൂടുതൽ സന്തോഷം ഇനി വേറെ ഉണ്ടോ. ഇനി റൂമിൽ വന്ന് ഫ്രഷ് ആയിട്ട് ചെറിയൊരു സ്കിൻ കെയർ ഒക്കെ ചെയ്യട്ടെ. ആദ്യം തന്നെ ഞാൻ ഫേസ് വാഷ് വെച്ചിട്ടൊന്ന് മുഖം നല്ല വാഷ് ചെയ്യട്ടെ. ഈ ഒരു ഫേസ് വാഷ് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാക്കിലെ മുക്കാലും തീർന്നു. ഇത് സ്കീന പറയുന്ന ബ്രാൻഡിന്റെ ഒരു വൈറ്റമിൻ സി ഫേസ് വാഷ്. വൈറ്റമിൻ സി മാത്രല്ല കേട്ടോ, ഹൈലറോണിക് ആസിഡും കൂടെ ഉള്ളതുകൊണ്ട് ഫേസ് ഒട്ടും ഡ്രൈ ആക്കണില്ല. എനിക്കും എന്റെ ഫ്രണ്ട്സിനും പേഴ്സണലി നല്ല ഇഷ്ടം. കാരണം ഇതൊരു ജെൽ ബേസ്ഡ് ഫേസ് വാഷ് ആണ്. പിന്നെ ഫേസ് നല്ല എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു ബീഡ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ സ്കിൻ ടെക്സ്ചർ ഒക്കെ നല്ല ഇമ്പ്രൂവ് ആവും. പിന്നെ നല്ല ഹൈഡ്രേഷനും. ഞാനും എന്റെ ഫ്രണ്ട്സും ഇപ്പൊ യൂസ് ചെയ്തപ്പോ ഞങ്ങൾക്ക് പലർക്കും പല സ്കിൻ ടെക്സ്ചർ ആണെങ്കിലും എല്ലാവർക്കും നല്ല സ്യൂട്ട് ആയി. എനിക്ക് ഇങ്ങനെ ഫേസ് വാഷ് ചെയ്യുമ്പോൾ ഡ്രൈ ആവണ ഫേസ് വാഷ് ഇഷ്ടമല്ല, പക്ഷെ ഇതൊട്ടും ഡ്രൈ ആക്കണില്ല. ഇനി ഞാനൊരു നൈറ്റ് ക്രീം
ക്രീമാണ് യൂസ് ചെയ്യുന്നത്. സ്കീന പറയുന്ന ബ്രാൻഡിന്റെ തന്നെ ഒസീവിയ അഡ്വാൻസ്ഡ് ബ്രൈറ്റനിങ് ക്രീമാണ്. ഇത് ഡേയും നൈറ്റും യൂസ് ചെയ്യുക. പക്ഷെ ഞാൻ നൈറ്റ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡാർക്ക് സ്പോട്ടിലൊക്കെ അപ്ലൈ ചെയ്യലാണ് ചെയ്യുന്നത്. ഇതിൽ പേരിൽ മാത്രമേ ഉള്ളൂ ബ്രൈറ്റനിങ് ക്രീം എന്ന്. പക്ഷെ ഇതിൽ ബ്രൈറ്റനിങ് ക്രീമിലുള്ള കണ്ടന്റ് ആയിട്ടുള്ള ഹൈഡ്രോക്വിനോണോ സ്റ്റീറോയിഡ്സ് ഒന്നുമില്ല. പിന്നെ ഇത് ബ്രൈറ്റനിങ് ക്രീം എന്ന് പറയാൻ കാരണം ഇതിൽ വൈറ്റമിൻ സി ഉണ്ട്, നിയാസിനമൈഡ് ഉണ്ട്, പിന്നെ എന്തോ ടൈറോസ്റ്റാറ്റിൻ 09 എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് കൂടെ ഉണ്ട്. ഈ ഇൻഗ്രീഡിയൻസ് നോർമലി ഭയങ്കരമായിട്ടുള്ള ഹൈപ്പർ പിഗ്മെന്റേഷന്, മെലാസ്മ അതൊക്കെ കുറക്കും. അണീവൻ സ്കിൻ ടോണും ഡാർക്ക് സ്പോട്ടും ഒക്കെ ഉള്ളവർക്കാണ് ഈ ഒരു ഇൻഗ്രീഡിയൻസ് നല്ല എഫക്ട്. നിങ്ങൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ലോങ് ടേം ആയിട്ടൊന്നും യൂസ് ചെയ്യേണ്ട, കാരണം ഇത് ചിലപ്പോൾ നമ്മുടെ സ്കിൻ ലെയർ ഡാമേജ് ആക്കും. പിന്നെ സ്കീന പറയുന്ന ബ്രാൻഡ് സേഫ് ആണ്, കുറെ ഡെർമറ്റോളജിസ്റ്റ് ചേർന്നിട്ട് തന്നെ ഉണ്ടാക്കി. അങ്ങനെ ഇന്നത്തെ എന്റെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടന്നു. അടുത്ത വ്ളോഗിൽ ഇനി എന്തെങ്കിലും കാണാം. ഇന്നലെ നൈറ്റോട് കൂടി വ്ളോഗ് സ്റ്റോപ്പ് ചെയ്യാൻ വിചാരിച്ചതാ, കാരണം ഇന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ അതിന് മുമ്പ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. മോർണിംഗ് കോഫി, മിൽക്ക് എല്ലാം ഉണ്ട്, അതിന്റെ കൂടെ ജ്യൂസ് ഉണ്ട്. ഞാൻ ഇന്ന് പിന്നെ പുട്ടും കടലക്കറി, ഉണ്ണിയപ്പം ഒക്കെയാണ് എടുത്തത്. കുറെ ഐറ്റംസ് ഉണ്ട്, സാലഡ്സ് ആയിട്ടും ഫ്രൂട്ട്സ് ആയിട്ടും, പിന്നെ ഇതാ ഓട്സും ചോക്കോസും മ്യൂസ്ലി എല്ലാം ഉണ്ട്. കുറെ ഐറ്റംസ് ഓഫ് കേക്കുകൾ ഉണ്ട്. ഇതാണ് ലക്ഷ്മിന്റെ പ്ലേറ്റ്, എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്. ഇത് ഞാൻ ഇന്ന് എടുത്തിക്കണ പ്ലേറ്റ്. ഈ ഒരു ഡെസേർട്ട് ഒക്കെ ആദ്യമായിട്ട് കഴിക്കുകയായിരുന്നു, പക്ഷെ ടേസ്റ്റ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായി. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഒരു ഓംലെറ്റും പിന്നെ ഒരു മസാല ദോശയും കൂടെ ഓർഡർ ചെയ്തിനി. കാരണം ഇനി വീട്ടിലെത്തുമ്പോ നൈറ്റ് ആവാനാവും ഏതാണ്ട്. അതുവരെയുള്ള ഫുഡ് ഇപ്പൊ കഴിച്ചിട്ട് വേണം പോവാൻ. അങ്ങനെ ഞങ്ങൾ 2-3 ദിവസത്തെ സ്വർഗവാസം കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് പോവാണ്. അതിനു മുമ്പ് അവരെ വക ചെറിയ കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിനി. ശരിക്കും ഇവിടുന്ന് പോകാനേ തോന്നുന്നുണ്ടായിനി. വീട്ടിൽ ചെന്നിട്ട് വേണം വീണ്ടും എല്ലാം ഒന്നേന്ന് തുടങ്ങാൻ. സത്യം പറഞ്ഞ കുബേരൻസ് ദിലീപിനെ പോലെ ഇനി കുറച്ചു ദിവസം അവിടെ കഴിഞ്ഞു. അപ്പൊ ഇനി തിരിച്ചു വീട്ടിൽ പോട്ടെ. അടുത്ത വ്ളോഗ് കാണാം.